മോളെ എല്ലാരും എത്തിയില്ലേ? ആ ചാരുമോളെ, ദാ ആ വലത് സൈഡിലേ അവിടെ ഞാൻ വൃത്തിയാക്കിയിട്ടുണ്ട്. അവിടെ പൊങ്കല്ലേടാ. ഒരു കാര്യം ചെയ്യും മോളെ, നിങ്ങൾ പോയി തൊഴുതിട്ട് വാ. അത് കണക്ക് ഞങ്ങൾ പോയി ബാക്കി കാര്യങ്ങളൊക്കെ ഒരുക്കി വെക്കാം. അമ്മാവാ, പൊങ്കാല ഇടാനുള്ള എല്ലാ ഏർപ്പാടും ഞാൻ ചെയ്തിട്ടുണ്ട്. തിരുവേനെ കണ്ട് കാര്യങ്ങളെല്ലാം സംസാരിച്ചു. എല്ലാം സെറ്റാണ്. ഒരു പൊങ്കാല ഇടാൻ എന്ത് സെറ്റ് ചെയ്യാനാ രമേശ? കുറച്ച് ഇഷ്ടിക എടുത്ത് വെക്കണം. അതുതാ ഗോവിന്ദൻ ചെയ്യുന്നുണ്ട്. പിന്നെ നീ തിരുമേനെ കണ്ട് എന്താ ഏർപ്പാട് ഉണ്ടാക്കിയെന്നാ? അമ്മാവൻ പറയുന്ന പോലെ അല്ല കാര്യങ്ങള്. ഞാനത് നീ കൂടുതലൊന്നും വിശദീകരിക്കണ്ട. ചാരുമോളെ, ഹേമേ പോയി തൊഴുതിട്ട് വാ. പരമേശ്വരാ വാ. എല്ലാം ഓക്കെ അല്ലേ ഗോവിന്ദ? പിന്നെ ബാല, കൂട്ടുകാരനെ കൊണ്ടുപോയി ദേവിയുടെ മുമ്പിൽ നിന്ന് കൈയെടുത്തിട്ട് വാ. ആ അത് ശരിയാ. നമുക്കൊന്ന് പെട്ടെന്ന് പോയിട്ട് വരാം. വാ. അതിങ്ങോട്ട് വെക്കും മാമ. അത് മതി. ആ പരമേശ്വരൻ ചെല്ലേ ചെല്ലേ. ഇതങ്ങോട്ട് പിടിക്കും മാമ. അമ്പലത്തിനകത്തേക്ക് കയറണം. കയറാതിരുന്ന സംശയിക്കും. അമ്മയ്ക്ക് മാത്രമേ വ്രതമുള്ളൂ എന്നല്ലേ പറഞ്ഞേക്കുന്നത്? വാ പരമേശ്വര. എന്താ അവിടെ നിൽക്കുന്നേ? വാ. വരുന്നു. തിരുമേനി, ഇന്ന് കർക്കിടകത്തിലെ ആദ്യ വെള്ളിയാഴ്ച അല്ലേ? പൊങ്കാല ഇടുന്നുണ്ട്. തീർത്ഥം വേണമായിരുന്നു. അതിനെന്താ, പാത്രം കൊടുത്തു വിട്ടുള്ളൂ. പൊങ്കാല തീർത്ഥത്തിൽ തന്നെ ആയിക്കോട്ടെ, അതാ ഉത്തമം. ശരി തിരുമേനി. എന്റെ തൃക്കണ്ണൂർ ഭദ്രകാളി, ഇന്ന് കർക്കിടകത്തിലെ ആദ്യ വെള്ളിയാ. എന്റെ കുടുംബത്തിനും എന്റെ ബാലമാമയുടെ കൂട്ടുകാരന്റെ കുടുംബത്തിനും വേണ്ടി ഇന്ന് ഞാൻ പൊങ്കാല ഇടുക. ഒരു തടസ്സമില്ലാതെ പൊങ്കാല പൂർത്തിയാക്കി തന്ന് എന്റെ പൊങ്കാല സ്വീകരിച്ച് അനുഗ്രഹിക്കണേ ഭഗവതി. അതത് ആ കല്ലെടുത്ത് വിളിച്ചു. എന്നിട്ട് ആ കല്ലിപ്പുറത്തേക്ക് വെക്ക്. പടിഞ്ഞോട്ട് വെക്കുന്നേ. എന്റെ പൊന്ന് പായപ്പാടാ, നീ നടങ്ങ്. ഉപകാരം ചെയ്തതിൽ ഉപദ്രവിക്കല്ലേ.
ഓരോന്ന് പറഞ്ഞ് മെനക്കെടുത്തു. അച്ചുട്ടി നമുക്ക് പോയി തീർത്ഥം പഠിച്ചോട്ട് വരാം. നിങ്ങളൊന്ന് അടങ്ങ് രമേശ് ചേട്ടാ. വേണ്ട രീതി ചെയ്യാൻ ഗോവിന്ദമ്മാമയ്ക്ക് അറിയാം. ആ ഇന്നത്തെ കാലത്ത് ഒരാൾക്കൊരു ഉപകാരം ചേരുന്നു പറയുന്ന ഇതാ. ആ വിട്ടേക്ക്. ചെല്ല് ഇവിടെ ഞാൻ നോക്കിക്കോളാം. നമ്മൾ വിചാരിക്കുന്നത്ര എളുപ്പമല്ല കാര്യങ്ങൾ. ആർക്കും നമ്മുടെ മേൽ സംശയങ്ങളൊന്നുമില്ലെങ്കിലും ചുറ്റുപാടും കണ്ണുകളുണ്ട്. എന്തെങ്കിലും ഒരു നീക്കം നടത്തി പരാജയപ്പെട്ടാൽ പിന്നെ ഈ മണ്ണിൽ നിൽക്കാൻ പോലും പറ്റില്ല. പൊങ്കാലയെ വിഷം ചേർക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പം സാധിക്കുന്ന കാര്യമല്ല അമ്മാവ. ഇനിയിപ്പൊ ചാരു പൊങ്കാല ഇട്ടാലും സ്വാഭാവികമായും നേദിക്കാനായി അത് അമ്പലത്തിനകത്തേക്ക് കൊണ്ടുപോകും. ഇതിനിടയിൽ വിഷം ചേർക്കാൻ ഒരു ചാൻസ് അതെത്ര ആലോചിച്ചിട്ടും അങ്ങോട്ട് കിട്ടുന്നില്ല. എന്റെ അച്ഛൻ വീരഭദ്രൻ തൂങ്ങി നിന്ന ആൽമരമാണിത്. അച്ഛന്റെ ആത്മാവ് ഈ പരിസരത്തൊക്കെ ഉണ്ടാവും. എന്തെങ്കിലും ഒരു വഴി അച്ഛന്റെ ആത്മാവായിട്ട് തന്നെ കാട്ടിത്തരും. ഒരുപാട് പ്രതീക്ഷയിലാണ് മുത്തശ്ശി. അത് തെറ്റാൻ പാടില്ല. ഇന്ന് ചാരുവിന്റെ വിഷപ്പൊങ്കാല കഴിച്ച് ഇവിടെ ആളുകൾ മരിച്ചു വീഴണം. ഈ അമ്പലമുറ്റത്ത് ബാലൻ മാഷിന് ആയുസ് നീട്ടിക്കിട്ടിയാൽ അപമാന ഭാരത്താൽ അയാൾ ഇതേ ആൽമരത്തിൽ തൂങ്ങി വരിക്കണം.